ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് SIT സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ? ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അറസ്റ്റ് അല്ലാതെ മറ്റൊരു വഴി ഇല്ല എന്നാണ് ഏറെക്കുറെ 90% അധികം മനസ്സിലാക്കുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത ശേഷം ഇന്ന് തന്നെ അതിന് മറ്റ് നടപടികളിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം വേണം. CK അബിലാൽ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. അബിലാൽ, ഏത് കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നോ? പത്മകുമാർ നേരിട്ട് SIT സംഘത്തിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങളുള്ളത്? SITയിൽ നമുക്ക് ലഭ്യമായിരുന്ന അനൌദ്യോഗിക വിവരപ്രകാരം മുൻപ് 2 തവണ അദ്ദേഹത്തിന് നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലഭ്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവായെങ്കിൽ രണ്ടാമത്തെ നോട്ടീസിന് ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിച്ച് അദ്ദേഹം ഹാജരാകുന്നത് നീട്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി അദ്ദേഹം സ്വകാര്യ വാഹനത്തിൽ പുറത്തേക്ക് പോയി എന്നുള്ള അറിവ് മാത്രമാണ് നമുക്കുള്ളത്. ഏതെങ്കിലും കേന്ദ്രത്തിൽ അദ്ദേഹത്തെ ജില്ലയിൽ എവിടെയെങ്കിലും ചോദ്യം ചെയ്താൽ നമുക്ക് വിവരങ്ങൾ ഏതുമില്ല. ജില്ലയ്ക്ക് പുറത്ത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്ന വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. അത് SIT കേന്ദ്രങ്ങൾ അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതായിട്ടാണ് തിരുവനന്തപുരത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും രാഷ്ട്രീയപരമായി CPM-നെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയിലേക്ക് SIT കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. N വാസുവിനെതിരായ SIT നടപടിയിൽ CPM എത്രത്തോളം പ്രതിസന്ധിയിലായോ അതിന് ഇരട്ടിയോ അതിന് മേലോ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെയും പാർട്ടിയും എത്തിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് SIT എന്ന് വേണം കരുതാൻ. കാരണം CPM-ന്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തിയ ആളാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിച്ചേർന്ന ആളാണ്. പ്രത്യേകിച്ചും കേരളമാകെ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന 2018 യുവതീ പ്രവേശന കാലയളവ് മുതൽ നേതൃസ്ഥാനത്ത് ദേവസ്വം ബോർഡിൻ്റെതുണ്ടായിരുന്നത് എ പത്മകുമാറാണ്. 2019 വിവാദമായ സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലയളവിൽ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഇനി ചോദ്യം ചെയ്യലിന്റെ പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, എവിടേക്കാണ് ചോദ്യം ചെയ്യലിന് എത്തിച്ചിരിക്കുന്നത്? ചോദ്യം ചെയ്യലിന് ശേഷമുണ്ടാകുന്ന നിമിഷങ്ങൾ ഇന്നിനി ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുമോ? അതല്ല നേരത്തെ നമ്മൾ N വാസുവിന്റെ കേസിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു അറസ്റ്റ് അനിവാര്യതയിലേക്ക് തന്നെ പോകുമോ? എന്താണ് മനസ്സിലാക്കുന്ന പുതിയ ഡീറ്റെയിൽസ്? പ്രജീഷ്, പത്മകുമാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പുറത്തു വന്ന വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്. തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അതേ കോമ്പൗണ്ടിലുള്ള കെട്ടിടത്തിലാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. ആ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഉദ്യോഗസ്ഥർ, 2 SP-മാരടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷും ആ ഓഫീസിൽ ഉണ്ട്. അതിനൊപ്പം തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലായിരുന്നു SIT ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ പത്മകുമാറിനുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാർ നേരിട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി അദ്ദേഹത്തെ അവിടെ ഇരുത്തി തന്നെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇഞ്ചക്കൽ ഓഫീസിൽ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് മാധ്യമങ്ങളെ ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി പരിഗണിച്ചുകൊണ്ടാണ് SIT ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്ത്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അല്പസമയം മുമ്പ് ഈ ഈഞ്ചക്കലിലെ SIT ഓഫീസിൽ നിന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ അടക്കം അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്തേക്ക്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതടക്കം ഈ മിനിറ്റ്സ് രേഖകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ചോദ്യം ചെയ്യൽ അധിക സമയം കാരണം വൈകുന്നേരത്തിനകം ആ ചോദ്യം ചെയ്യലിൽ പത്മകുമാറിന് ഉത്തരങ്ങൾ ഇല്ലാതായാൽ SITക്ക് വിശ്വാസ്യത വരുന്ന മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും അറസ്റ്റ് നടപടി ഉണ്ടാകും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നേരത്തെ തന്നെ SIT തീരുമാനിച്ചിരുന്നു. ഒരു പക്ഷേ ഇന്ന് വീട്ടിൽ വന്നുള്ള അറസ്റ്റ് ഒഴിവാക്കാൻ തന്നെ ആകണം അദ്ദേഹം ഇന്നിപ്പോൾ നേരിട്ട് അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ 2 തവണ നോട്ടീസ് ഒരാഴ്ച മുമ്പ് നൽകിയതാണ്. അത് അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാൽ മാറ്റി നിർത്തുകയായിരുന്നു. നമുക്ക് ഇന്നലെ തന്നെ പത്മകുമാറിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് മാതൃഭൂമി ന്യൂസ് കൃത്യമായ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ അവസാന ഘട്ടം അത് പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നു, അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് 7 മണിക്ക് പുറത്തുവിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പത്മകുമാർ
അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടത്. എക്കോസ്പോർട്ട് വാഹനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SITയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ്. ശരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ SIT സംഘം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ അറസ്റ്റ് വീട്ടിൽ നിന്നും ഉണ്ടാകുമെന്ന് സൂചനകൾ ലഭിച്ചതിനെ തുടർന്നായിരിക്കണം തിരുവനന്തപുരത്തേക്ക് നേരിട്ട് എത്തുകയായിരുന്നു. ഇപ്പോൾ മിനിറ്റ്സ് രേഖകൾ കൂടി അവിടേക്ക് എത്തിക്കാൻ പോവുകയാണ്. കാരണം മിനിറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്.